വാർത്തകൾ തുടരുന്നു. മണപ്പുറം ഫൗണ്ടേഷന്റെയും തളിക്കുളം വികാസ് ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തളിക്കുളത്ത് പകൽവീട് പ്രവർത്തനം ആരംഭിച്ചു. വയോജന ആരോഗ്യ സുരക്ഷ ലക്ഷ്യമാക്കി തളിക്കുളം സെന്ററിൽ എലൈറ്റ് ആശുപത്രി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലാണ് പകൽവീട് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഗീതാ ഗോപി MLA പകൽവീടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ നിലവാരത്തിലുള്ള സാമൂഹ്യപരമായിട്ടുള്ള മുന്നേറ്റം അതുതന്നെയാണ് നമ്മൾ ഈ 2013 നമ്മുടെ പ്രദേശം, നമ്മുടെ തീരദേശം ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിനനുസരിച്ച് ഇന്ന് വികാസ് ട്രസ്റ്റിന്റെ പ്രവർത്തനം വളരെ ജനകീയപരമായി ഈ തളിക്കുളം ഗ്രാമത്തിന്റെ നിവാസികൾ നെഞ്ചിലേറ്റുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ പുതുവത്സര പുലരിയിൽ നമ്മൾ സാധാരണ പറയാറുള്ള വാക്കുകൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. തളിക്കുളം വികാസ് ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ P മുഹമ്മദ് അലി മുഖ്യാതിഥിയായി. മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി VP നന്ദകുമാർ, ജനപ്രതിനിധികളായ CM നൌഷാദ്, സിന്ധു സന്തോഷ്, ട്രസ്റ്റ് ഡയറക്ടർ TR ചന്ദ്രദത്ത് എന്നിവർ സംസാരിച്ചു. റോഡ് സുരക്ഷാ വാരത്തോടനുബന്ധിച്ച് മതിലകം പോലീസും എക്സ് ചന്ദ്രാപിന്നി ബ്രാഞ്ചും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസും ലഘുലേഖ വിതരണവും നടത്തി. ദേശീയപാത ചന്ദ്രാപിന്നിയിൽ വാഹനങ്ങളിലെ യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും മിഠായിയും ശീതളപാനീയവും ലഘുലേഖകളും പ്രവർത്തകർ വിതരണം ചെയ്തു. മതിലകം പോലീസിലെ അഡീഷണൽ SI MK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എക്സ് ബ്രാഞ്ച് പ്രസിഡന്റ് KK ശേഖരൻ അധ്യക്ഷനായി. സെക്രട്ടറി CA ഷമീർ, CR സുനിൽ ബാബു എന്നിവർ സംസാരിച്ചു. അതിലുണ്ടായിരുന്ന അപാകതകളോ അല്ലെങ്കിൽ പോരായ്മകളോ തിരുത്തി അത്തരത്തിലുള്ള ഒരു സമീപനം ഈ വർഷം ആരംഭിക്കില്ല. അല്ലെങ്കിൽ പുതുതായിട്ട് നമ്മൾ എന്തെല്ലാം പോരായ്മകൾ തിരുത്തിക്കൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ ആക്ടിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും കൂടി ഞാനിവിടെ ആശംസിക്കുകയാണ്. കൂടാതെ നിയമം നടപ്പാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അതേപോലെ തന്നെ അതിന് വിധേയരാകുന്ന ആൾക്കാർക്കും അതിന് ഉത്തരവാദിത്വമുണ്ട്. ഇല്ലേ? നിയമം നടപ്പാക്കാൻ അപ്പോൾ നമ്മൾ ഒരു ലഘുലേഖം കൊടുക്കുമ്പോൾ ആ ലഘുലേഖത്തെ മിഠായി വാങ്ങി തിന്ന് പോയിട്ട് അത് മാറ്റിക്കളയരുത്. അതിൻ്റെ പുറകിൽ ചന്ദ്രാപിന്നി ചിറക്കൽ മമ്പവുൽ ഉലൂം മദ്രസ സാഹിത്യ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹദ്ദാദ് വാർഷികവും ദുആ മജ്ലിസും സംഘടിപ്പിച്ചു. 3 ദിവസങ്ങളിലായി നടന്ന ഹദ്ദാദ് വാർഷികത്തിന്റെ സമാപന സമ്മേളനം KR നസറുദ്ദീൻ ദാരിമി ഉദ്ഘാടനം ചെയ്തു. തൊഴിയൂർ കുഞ്ഞു മുഹമ്മദ് സഖാഫി പ്രഭാഷണം നടത്തി. സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുഖാരി ദുആ സമ്മേളനത്തിന് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ബുർദ മജ്ലിസിന് ഹാഫിൽ സ്വാദിഖ് അലി അൽഫാളിലി, നഅത്തെ ഷരീഫിന് മുഈനുദ്ദീൻ ബാംഗ്ലൂർ, സിറാജുൽ അൻവർ, അഹമ്മദ് നബീൽ എന്നിവർ നേതൃത്വം നൽകി. കാളമുറിയിൽ റോഡരികിൽ വെച്ചിരുന്ന സൈക്കിൾ മോഷണം പോയതായി പരാതി. വിളക്കപ്പറമ്പ് കൂട്ടുങ്ങപ്പറമ്പിൽ അബ്ദുൽ ഖാദറിന്റെ സൈക്കിളാണ് മോഷണം പോയത്. രാവിലെ 11-ന് ജുമാ മസ്ജിദിന് സമീപം റോഡരികിൽ സൈക്കിൾ വെച്ച ശേഷം തൊട്ടടുത്ത വീട്ടിൽ പോയി തിരികെ വന്നപ്പോഴാണ് സൈക്കിൾ കാണാതാവുന്നത്. സൈക്കിൾ വെച്ചിരുന്ന പുത്തൻപള്ളിയുടെ സംഭാവന റെസീറ്റും പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. മതിലകം പോലീസിൽ പരാതി നൽകി. ചന്ദ്രാപിന്നി ഈസ്റ്റ് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഉപദേവകളായ ദേവി ഭദ്രയുടെയും കറുപ്പസ്വാമിയുടെയും പറയെടുപ്പും ഗുരുതി മഹോത്സവവും കളമെഴുത്ത് പാട്ടും നടത്തി. രാവിലെ 8:30-ന് പറക്കെഴുന്നള്ളിപ്പും തുടർന്ന് പറയെടുപ്പും നടന്നു. 11-ന് കളമെഴുത്തും പാട്ടും, വൈകിട്ട് 3:30 മുതൽ ദേവി പൂജ, 4:30-ന് താലിപ്പറ എഴുന്നള്ളിപ്പ്, പന്തിരായി നിരത്തൽ, സന്ധ്യവേല എന്നിവ നടന്നു.
VK രാജൻ മാസ്റ്ററുടെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുസ്മരിച്ചു. പെരിഞ്ഞനം കുറ്റിലക്കടവിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KV ചന്ദ്രൻ, CPM ഏരിയ കമ്മിറ്റി അംഗം CM വേലായുധൻ, PK അബ്ദുൾ റഹീം, KK കാർത്തികേയൻ, CC ബാബുരാജ്, PU ഗോപിനാഥൻ, C ഗീത, MC രാമൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. എടമുട്ടം കാപ്പിരിക്കാവിൽ കളമെഴുത്തുപാട്ടും മഹാനിവേദ്യവും നടത്തി. രാവിലെ 8-ന് കളമെഴുത്ത് പാട്ടും, 10-ന് രൂപക്കളത്തിലേക്ക് എഴുന്നള്ളിപ്പും പാട്ടും, 12-ന് മഹാനിവേദ്യം, 1-ന് രൂപക്കളത്തിൽ നൃത്തം കൽപ്പന, 3-ന് പ്രസാദ വിതരണം, വൈകിട്ട് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, മഹാഗുരുതി എന്നിവ നടന്നു. 3 പിടിക കാക്കാതുരുത്തി റോഡിൽ മുല്ലശ്ശേരി സുലൈമാൻ നിര്യാതനായി. 82 വയസ്സായിരുന്നു. ഖബറടക്കം ബുധനാഴ്ച രാവിലെ 9 മണിക്ക് കാക്കാതുരുത്തി ബദർ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. നഫീസയാണ് ഭാര്യ. സിദ്ദിഖ്, റുക്കിയ, റസിയ, സാഹിറ എന്നിവർ മക്കളും, സീനത്ത്, സിദ്ദിഖ്, സലീം എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നയമാണ് UPA സർക്കാർ സ്വീകരിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. തൃപ്രയാറിൽ പുതുവത്സരത്തോടനുബന്ധിച്ച് MLA-യുടെ നേതൃത്വത്തിൽ സ്നേഹ സഹകരണ സംഗമം നടത്തി. വയോജന ആരോഗ്യ സുരക്ഷ ലക്ഷ്യമാക്കി തളിക്കുളത്ത് പകൽ വീട് പ്രവർത്തനം ആരംഭിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.